കേരളം ആവേശകരമായ രാഷ്ട്രീയ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയെന്ന നെഞ്ചിടിപ്പോടെ സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ സുപ്രധാന മണ്ഡലങ്ങളിലൊന്നായ കൊല്ലം ഇക്കുറി അതിശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയായതോടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDF ഇത്തവണ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ് മുതിർന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നടൻ മുകേഷിനെ മാറ്റി CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹനെയാണ് ഇടതുമുന്നണി ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് UDF-നായി കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാ നേതാവ് ബിന്ദു കൃഷ്ണ തന്നെയാണ് വീണ്ടും ജനവിധി തേടുന്നത്. CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എന്ന നിലയിലുള്ള സംഘടനാ കരുത്തും തൊഴിലാളികൾക്കിടയിലുള്ള സ്വാധീനവുമാണ് S ജയമോഹന്റെ പ്രധാന കരുത്തായി CPM കാണിക്കുന്നത്. മുകേഷിനെതിരെ ഉയർന്ന ജനരോഷം മറികടക്കാൻ ഒരു പക്കാ രാഷ്ട്രീയക്കാരനെ തന്നെ രംഗത്തിറക്കണമെന്ന പാർട്ടിയുടെ തീരുമാനമാണ് ജയമോഹന് വേണ്ടി വഴി തുറന്നത്. കശുവണ്ടി തൊഴിലാളികൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും കൃത്യമായ വേരോട്ടമുള്ള നേതാവെന്ന നിലയിൽ LDF വോട്ടുകൾ ഏകീകരിക്കാൻ ജയമോഹന് സാധിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. മുകേഷിന്റെ കാലത്തുണ്ടായ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും പാർട്ടി സംവിധാനത്തിന്റെ കരുത്തിലുമാണ് ജയമോഹൻ വോട്ട് തേടുന്നത്. മറുഭാഗത്ത് BJP സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറും സജീവമായ പ്രചാരണവുമായാണ് മുന്നോട്ടു പോകുന്നത്. കൊല്ലം നഗരസഭാ പരിധിയിലെ BJPയുടെ വളർച്ചയും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് NDA വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു തെരഞ്ഞെടുപ്പുകളിലായി BJP കൊല്ലത്ത് തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ വലിയ രീതിയിൽ സമാഹരിക്കാൻ പ്രതാപ് കുമാറിന് സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. CPM-ഉം BJP-യും വലിയ വിജയപ്രതീക്ഷകൾ വെച്ച് പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ പരിശോധിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമാണ് പ്രകടമാകുന്നത്. ചുവപ്പിന്റെ ഈറ്റിലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലം നഗരസഭാ പരിധിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇക്കുറി ഇടതുമുന്നണിക്ക് അത്ര സുഖകരമായ വാർത്തകളല്ല നൽകുന്നത്. കഴിഞ്ഞ 2 തവണയും മുകേഷിനെ മുൻനിർത്തി നേടിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ LDF വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. 2021-ലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിന്റെ ഭൂരിപക്ഷം വെറും 2084 വോട്ടുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ബിന്ദു കൃഷ്ണയുടെ ജനകീയ സ്വാധീനത്തിന്റെ തെളിവായിരുന്നു. 17,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന മണ്ഡലത്തിലെ CPM-ആണ് ഒറ്റയടിക്ക് 2000-ലേക്ക് കൂപ്പുകുത്തിയത്. തോറ്റിട്ടും കഴിഞ്ഞ 5 വർഷമായി മണ്ഡലം വിട്ടുപോകാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവെന്ന പരിഗണന വോട്ടർമാർക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യത നൽകുന്നുണ്ട്. കശുവണ്ടി തൊഴിലാളികളുടെ സമരം മുതൽ തീരദേശത്തെ പ്രശ്നങ്ങൾ വരെ ബിന്ദു കൃഷ്ണയുടെ സാന്നിധ്യമില്ലാത്ത ഒരിടവും മണ്ഡലത്തിലില്ല. മുകേഷിനെ മാറ്റി പുതിയൊരു മുഖത്തെ പരീക്ഷിക്കാൻ CPM നിർബന്ധിതരായത് തന്നെ മണ്ഡലത്തിൽ ഉയർന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം ഭയന്നാണ്. മുകേഷിനെതിരെ ഉയർന്ന വ്യക്തിപരമായ വിവാദങ്ങളും ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ വേണ്ടത്ര സജീവമല്ലെന്ന വോട്ടർമാരുടെ പരാതിയും പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൊല്ലത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി ഇത്തവണ LDF-ന് വലിയ തലവേദനയാണ്. അടച്ചുപൂട്ടിയ ഫാക്ടറികൾ തുറക്കുമെന്നോ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പാക്കുമെന്നോ ഉള്ള വാഗ്ദാനങ്ങൾ ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന പരാതി തൊഴിലാളികൾക്കിടയിൽ ശക്തമാണ്. LDF-ന്റെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ ഇത്തവണ വലിയൊരു രാഷ്ട്രീയ വിള്ളൽ ദൃശ്യമാണ്. ഈ അതൃപ്തി വോട്ടായി മാറ്റാൻ ബിന്ദു കൃഷ്ണയ്ക്കും UDF-നും സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തൊഴിലാളികളുമായി നേരിട്ട് സംവദിക്കുന്ന ബിന്ദു കൃഷ്ണയുടെ ശൈലി അവർക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. കശുവണ്ടി തൊഴിലാളി കുടുംബങ്ങളിലെ വോട്ടുകൾ ഇത്തവണ UDF-ന് വലിയ മുൻതൂക്കം നൽകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീരദേശ മേഖലയിലെ വോട്ടുകളും കൊല്ലത്തെന്നും നിർണായകമാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന ആക്ഷേപം ഇവിടെയും നിലനിൽക്കുന്നു. ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഉൾപ്പെടെയുള്ള പഴയ മുറിവുകൾ തീരദേശത്ത് ഇന്നും സജീവമാണ്. മണ്ണെണ്ണ വില വർധനവും കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതികളിലെ അപാകതകളും തീരദേശ വോട്ടർമാരെ സർക്കാരിൽ നിന്നകറ്റാൻ കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമായ ഒരു തരംഗം മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഭരണപക്ഷത്തോടുള്ള അമർഷം വോട്ടായി മാറിയാൽ അത് ബിന്ദു കൃഷ്ണയുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. കൊല്ലത്തെ യുവതലമുറയുടെ നിലപാടും ഇത്തവണ ശ്രദ്ധേയമാണ്. പുതിയ വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയത്തെക്കാൾ പ്രാധാന്യം വികസനത്തിനാണ്. കൊല്ലം നഗരം വികസന കാര്യത്തിൽ മറ്റ് നഗരങ്ങളെക്കാൾ പിന്നിലാണെന്ന ചിന്ത യുവാക്കൾക്കിടയിലുണ്ട്. IT പാർക്കുകളോ പുതിയ തൊഴിലവസരങ്ങളോ ഇല്ലാത്ത കൊല്ലത്ത് മാറ്റം അനിവാര്യമാണെന്നാണ് യുവാക്കളുടെ ആഗ്രഹം. UDF-ന്റെ സംഘടനാ സംവിധാനം ഇത്തവണ കൊല്ലത്ത് മുൻപത്തേക്കാളും കരുത്താർജിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് വൈരങ്ങൾ മാറ്റിവെച്ച് ബിന്ദു കൃഷ്ണയ്ക്കായി കോൺഗ്രസ് അണികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് LDF-ന് വലിയ വെല്ലുവിളിയാണ്. വോട്ട് വിഹിതത്തിൽ ചെറിയൊരു ശതമാനത്തിന്റെ മാറ്റം വന്നാൽ പോലും അത് ബിന്ദു കൃഷ്ണയുടെ വിജയത്തിലേക്ക് നയിക്കും. ഭരണപക്ഷത്തോടുള്ള അമർഷം ജനങ്ങൾക്കിടയിൽ അത്രമേൽ വർദ്ധിച്ചിട്ടുണ്ട്. ചുവപ്പിനോട് മമത കാണിച്ചിരുന്ന പല മേഖലകളിലും ഇത്തവണ രാഷ്ട്രീയമായ വിള്ളലുകൾ വീണിട്ടുണ്ട്. ചുരുക്കത്തിൽ കൊല്ലം ഇത്തവണ ബിന്ദു കൃഷ്ണയ്ക്കൊപ്പമാണെന്ന സൂചനകളാണ് മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നത്.